സാർ എന്തൊക്കെ ലൈസൻസുകളാണ് ഈ ബിസിനസ് തുടങ്ങാൻ സാറിന് ആവശ്യമായി വന്നത്? സാറ് പറഞ്ഞ വ്യാവസായിക ലോണിലൂടെയാണ് ഈ സംരംഭം ആരംഭിച്ചതെന്ന്. എന്താ കാര്യങ്ങളാണ് സാർ നമുക്ക് ആ ലോണ് കിട്ടാനായിട്ട് ആവശ്യമായി വരുന്നത്? സാർ ഇനി നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ചിലവുകളും അതേ കണക്കിന് ഒരു മാസം എത്ര രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ലാഭം കിട്ടുമെന്ന് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അതൊന്ന് വിശദീകരിക്കാമോ? എക്കോസോഫ്റ്റ് എന്ന ടിഷ്യൂ പേപ്പർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് എന്നുള്ള സ്ഥലത്താണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് ടിഷ്യൂ പേപ്പർ ബിസിനസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചും കണ്ടും നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഹൈ സാർ. ഹായ് ഹായ്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ രാജ്യത്ത് പത്തനംതിട്ട ജില്ലയിൽ വള്ളിക്കോട് എന്ന സ്ഥലത്ത് നമ്മൾ എക്കോസോഫ്റ്റ് എന്ന് പറഞ്ഞ ടിഷ്യൂ പേപ്പറിൻ്റെ യൂണിറ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായ ഒരു സംരംഭം ആരംഭിക്കണമെന്നുള്ള ആഗ്രഹം എങ്ങനെയാണ് സാറിനുണ്ടായത്? ഞാൻ വെളിയിൽ മധ്യപ്രദേശിലായിരുന്നു. അപ്പം നാട്ടിൽ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്ത് സെറ്റിൽ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം കൊണ്ട് ഒത്തുവന്നത്. എന്തുകൊണ്ടാണ് ഈ സംരംഭം സാർ തിരഞ്ഞെടുക്കാനുള്ള കാരണം? നമ്മൾ സംരംഭം ഒരുപാട് നോക്കിയാണ്. അപ്പം പിന്നെ നമ്മുടെ ടിഷ്യൂ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ കാറ്ററിംഗ് സർവീസ്, കല്യാണ ഇവൻ്റ് ഹോട്ടലുകൾ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പം നിലവിലിപ്പം ഇതിൻ്റെ ആൾക്കാർ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ കുറവാണ്. നാട്ടിൽ കുറവാണ്. അപ്പം ഈ കാറ്ററിംഗ് ആയി കഴിയുമ്പോൾ അവരുടെ പേരിൽ നമ്മുടെ നെയിമിലൊക്കെ അടിച്ച് നമുക്ക് അവർക്കൊരു പ്രൊമോഷൻ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ പോലും ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അത് അവരുടെ പേരും മറ്റേ കാര്യങ്ങളൊന്നും അടിച്ചു വരില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങാൻ കാരണമായി. ഓക്കെ സാർ. സാർ എന്തൊക്കെ ലൈസൻസുകളാണ് ഈ ബിസിനസ് തുടങ്ങാൻ സാറിന് ആവശ്യമായി വന്നത്? മെയിനായിട്ടും പഞ്ചായത്ത് ലൈസൻസ് തന്നെയാണ്. പിന്നെ MSME ലൈസൻസ് വേണം, KSF ലൈസൻസ്. ഇതൊക്കെ എവിടെ നിന്നാണ് സാർ എടുക്കുന്നത്? ഇത് നമ്മുടെ പഞ്ചായത്ത് ഓൺലൈൻ അപേക്ഷ ചെയ്ത്. MSME എന്ന് പറയും അത് ഓൺലൈൻ കൂടി എടുക്കാനായിട്ട് സാധിക്കും. ലൈസൻസുകൾ ഓൺലൈൻ വഴിയായിട്ടാണ്. സാർ ഈ ബിസിനസ് തുടങ്ങാൻ സാറിന് എന്തെല്ലാം ചിലവുകളാണ് വന്നിട്ടുള്ളത്? നമ്മൾ ചിലവുകളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മെഷീനും റോ മെറ്റീരിയൽ ഉൾപ്പെടെ നമുക്ക് ലഭിക്കും. ഈ മെഷീൻ 10 ലക്ഷം രൂപ? 10 ലക്ഷം രൂപ റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ 10 ലക്ഷം രൂപയ്ക്ക്. അതേപോലെ സർക്കാരിന്റെ 3 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്. ഏത് സ്കീമായിരുന്നു? PMEGP സ്കീം. ഫൈൻ സാർ. വേറെ ചിലവുകളായിട്ട് വരുന്നത് നമ്മൾ വേറെ ചിലവ് റെന്റുകളും പിന്നെ ലേബർ കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒക്കെ എങ്ങനെ ആവറേജ് വരാറുണ്ട്? ആവറേജ് നമുക്ക് ഒരു മിനിമം 1000-1500 മന്ത്ലിയാണ്. 3 ഫേസ് കണക്ഷനാണ് വേണ്ടി വരുന്നത്. അപ്പം മന്ത്ലി കണക്ഷൻ നമുക്ക് വർക്കിനനുസരിച്ചാണ് വരുന്നത്. നമുക്ക് മാൻ പവർ എന്ന് പറയാനായിട്ട്? മാൻ പവർ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേര് വേണം. ഒന്ന് പിന്നെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ പാക്കിംഗ് സെക്ഷനിലേക്കും രണ്ടുപേരാണ്. ഓക്കെ സാറ് പറഞ്ഞ വ്യാവസായിക ലോണിലൂടെയാണ് ഈ സംരംഭം ആരംഭിച്ചതെന്ന്. എന്താ കാര്യങ്ങളാണ് സാർ നമുക്ക് ആ ലോണ് കിട്ടാനായിട്ട് ആവശ്യമായി വരുന്നത്? മെയിനായിട്ടും വേണ്ടത് എടുക്കുന്ന സിവിൽ സ്കോർ വേണം. സിവിൽ സ്കോർ മസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് പ്രൊജക്ട് റിപ്പോർട്ട്. പിന്നെ ബാക്കി പറഞ്ഞ MSME ലൈസൻസുകൾ, പിന്നെ ലൈസൻസുകൾ അതൊക്കെ എടുത്തു വരുന്നു. ഈ ലോൺ എവിടെ അപ്ലൈ ചെയ്യണ്ടേ സാർ? ഇതിപ്പോൾ നമ്മൾ ബാങ്കിൽ അപ്ലൈ ഞാൻ വിചാരിച്ചു വ്യാവസായിക ഓഫീസിലല്ല, ബാങ്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റ് ലൈസൻസുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്. ട്രൈമാക്സ് ആണ് നമുക്ക് കമ്പനിയാണ് നമ്മൾ മെഷീൻ തന്നിരുന്നത്. അവിടെ ഒരുപാട് സഹായങ്ങളുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾ, ബാങ്കിൽ പോകുന്ന കാര്യങ്ങളായാലും വ്യവസായി പോകുന്ന കാര്യങ്ങളായാലും സപ്പോർട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആദ്യമായി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഡൗട്ട്സുകൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ സാറിന് ട്രൈമാക്സ് ഉള്ളതുകൊണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് അവരെ നമ്മൾ നേരിട്ട് ഓഫീസിൽ ബാങ്കിൽ പോകാനും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനും വ്യവസായ ഒപ്പിൽ പോകാനും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇത് തുടങ്ങുന്ന സമയത്താണ് ഞാൻ വന്നത്. എത്ര സമയം എടുത്തു സാർ ഈ ലോൺ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാനായിട്ട്? ലോണുമായിട്ട് പൂർണ്ണമായിട്ടും കിട്ടാൻ നമുക്ക് ഒരു മാസം. ഒരു മാസം കൊണ്ട് കിട്ടി? ഒരു മാസം നമ്മുടെ പേപ്പേഴ്സ് റെഡി ആവുന്നത് എത്രയും പെട്ടെന്ന് കൊടുക്കുക, അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഫൈൻ സാർ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യം, ലൈസൻസുകൾ ബാക്കിയായിരിക്കണം, സിവിൽ സ്കോർ വേണം, അതാണ് മെയിനായിട്ടും വേണം. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് വേണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹകരണമുണ്ട്. നമ്മൾ ചെന്നാൽ മതി എന്ന്. ഓക്കെ സാർ. സാർ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് സാറിന് ലഭിക്കുന്നത്? നമുക്ക് ഇപ്പം കേരളത്തിന് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് റോ മെറ്റീരിയൽ. നമുക്ക് 3-4 സ്ഥലത്തുനിന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ആലുവയിൽ നിന്നാണ് ചെയ്യുന്നത്, എടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഭാഗത്തു നിന്നും റോ മെറ്റീരിയലിൻ്റെ നമ്പർ നമുക്ക് ഡീറ്റെയിൽ അവർ സെൻഡ് ചെയ്ത് തരും. നമ്മൾ എടുക്കുവാണെങ്കിൽ പോയി എടുക്കും.
അതോ ഡെലിവറി ചെയ്യും? ഡെലിവറി ചെയ്യും, ഇങ്ങോട്ട് ഓർഡർ ചെയ്താൽ മതി, നമ്മളൊരു ഡെലിവറി ചെയ്യാം. സാർ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ മെഷീൻ്റെ പ്രവർത്തന രീതി ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായും. ഇതാണ് മെഷീൻ്റെ കൺട്രോൾ ബോർഡ്, പാനൽ ബോർഡ് എന്ന് പറയുന്നത്. നമുക്കിത് കൺട്രോൾ ചെയ്യുന്നത് ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലേഡ് സ്വിച്ചുകൾ ഓണാക്കി ഓഫ് ചെയ്യുക, ഇതിൻ്റെ ഈ സെറ്റ് ചെയ്യുക, എത്ര പേപ്പർ വേണം, എത്ര പീസ് വേണം സെറ്റ് ചെയ്യുന്നത്, സ്പീഡ് കൂട്ടുന്നത് ഇതിൽ ഈ സ്വിച്ചിലാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ പേപ്പർ ഫീഡ് ചെയ്യുന്നത്. ജംബോറിലായിട്ടാണ് വരുന്നത്. ജംബോറിൽ നമുക്കൊരു 80 കിലോ 100 കിലോ 50 കിലോ ഓരോ പേപ്പർ റോൾസ് വ്യത്യാസം വരും. ഇവിടെ നമ്മൾ പേപ്പർ ലോഡ് ചെയ്യും. പേപ്പർ ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് പ്രിൻറ്റിങ് യൂണിറ്റ് വരുന്നത്. നമ്മൾ കാറ്ററിംഗ് ഹോട്ടലൊക്കെ നമുക്ക് പേരടിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രിൻറ്റിങ് യൂണിറ്റാണ് ഈ 3 പാർട്സ്. ഇതാണ് എംബോസിങ് റോള്. എംബോസിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ പേപ്പർ അതിട്ട് കയറി വന്ന് ഇറങ്ങി ഇവിടെ ഡയഗണൽ ഷേപ്പ് ഡിസൈൻ വരുന്നത്. ഓക്കെ, അവിടുന്ന് കയറി വന്നു. ഈ പേപ്പർ വന്നിട്ട് 2 സൈഡും ഒരേപോലെ പോകാനും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പോകാനും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലേറ്റാണ് ട്രയാങ്കിൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ മെയിൻ്റെ ഡ്രം എന്ന് പറയുന്നത്. ഈ വരുന്ന പേപ്പറിനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്യുന്നതും കൗണ്ട് എത്രയെന്ന് സെറ്റ് ചെയ്യുന്നതും മടക്കി വിടുന്നതും എല്ലാം ഈ ഇതാണ് ഇതിൻ്റെ ധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന പേപ്പറിനെ ബ്ലേഡ് വഴി കട്ട് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. പിന്നെ നമ്മളത് എടുത്തിട്ട് പാക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് ബ്ലേഡ് നിർമ്മിക്കും. ഓക്കെ, ലാസ്റ്റ് വരുമ്പോഴത്തെ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇതിനെ കിട്ടും. സാർ, ഒരു ദിവസം ഈ മെഷീൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് സാർ? നമുക്ക് ഒരു ദിവസം വെച്ചാൽ നമുക്ക് 100 പാക്കറ്റായിട്ടും കൊടുക്കുന്നുണ്ട്, 100 ഗ്രാമിൻ്റെ ആയിട്ടും കൊടുക്കുന്നുണ്ട്. 100 പാക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പീസ് വന്നാൽ 2500 പാക്കറ്റ് നമ്മൾ ചെയ്യാൻ പറ്റും. 2500 പാക്കറ്റ്. ഓക്കെ, 100 ഗ്രാമായിട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ മേലെ പോകും. അതിൽ കൂടുതൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. ഇതത് പ്ലെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് വരുന്നത് ഓരോ കാറ്ററിംഗുകാർക്കും നമുക്ക് പേരടിച്ച് അടിച്ചു കൊടുക്കുന്നത്. സാർ, നമ്മുടെ ഈ മെഷീൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ, എത്രത്തോളം വരുന്നുണ്ട്? മെഷീന് മെയിൻ്റെനൻസ് ആയിട്ട് അങ്ങനെയൊന്നും വരാറില്ല. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു 3 ട്രെയിനിങ് നമുക്ക് ഓൾറെഡി തരുന്നുണ്ട്. അന്നേരം നമുക്ക് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാമാക്സ് തന്നെ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞ് അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നു. അതിൽ പറ്റാത്ത കാര്യങ്ങൾ വേണ്ടി നമ്മൾ ആളെ ആളെ വിട്ടിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. സാർ, ഈ മെഷീൻ്റെ സർവീസ് വാറണ്ടി ഒക്കെ വരുന്നത് എങ്ങനെയാണ്? അത് 1 വർഷത്തെ ഫുൾ സർവീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 4 വർഷത്തെ പീരിയോഡിക് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ബിസിനസ്സിന് സാധ്യത എങ്ങനെയുണ്ട്? സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കാറ്ററിംഗ് പർപ്പസാണ്. കാരണം നമ്മളിവിടെ ഏരിയയിലേക്ക് കാറ്ററിംഗ് ആവശ്യക്കാർ കൂടുതലുണ്ട്. അതേപോലെ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഹോട്ടലുകൾ, ബാർബർ ഷോപ്പുകൾ അവിടെ നമുക്ക് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത മേഖല എന്ന് വെച്ചാൽ ഓൺലൈൻ മേഖലകളാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ആണ് ഓൾറെഡി നിലവിൽ നമുക്ക് കൊടുക്കാനുള്ള ഓർഡർ തന്നെ നിലവിൽ ഓർഡറുകളുണ്ട്. സാർ, ഇതൊക്കെ ഓർഡർ എടുത്തത് എങ്ങനെ? ഓർഡർ എടുക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടോ? ഓർഡർ എടുക്കാൻ നമ്മളൊരാളുണ്ട്. അവർ തന്നെ പോയി മുൻകൂട്ടി ഓർഡർ ചെയ്യുക, നമ്മൾ അതനുസരിച്ച് അവിടെ എത്തിച്ചു കൊടുക്കും. ഓക്കെ സാർ, ഇനി നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ചിലവുകളും അതേ കണക്കിന് ഒരു മാസം എത്ര രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ലാഭം കിട്ടുമെന്ന് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അതൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് ഒരു ചിലവുകളെല്ലാം കഴിഞ്ഞ ഒരു പാക്കറ്റിൽ ഒരു 7-8 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോണേ കസ്റ്റമറിനനുസരിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൂരെ കൂടുതലുള്ളവർ കൊണ്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പം അടുത്തുള്ളവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കാണും. ചില പ്രിന്റ് ഉള്ളത് കാണും, പ്രിന്റ് ഇല്ലാത്ത കാണും. അതൊക്കെ ഒരു വ്യത്യാസം വരും. എങ്കിലും മിനിമം ഒരു 7-8 രൂപ ചിലവെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാക്കറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ സാർ, ഈ ഒരു ബിസിനസ് പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരാൾക്ക് സാർ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഏത് ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ആദ്യം ഒരു കഷ്ടപ്പാടാണ് നമുക്ക് വേണ്ടത്. കഠിനാധ്വാനം ചെയ്യേണ്ട മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സും മുന്നോട്ട് പോകാം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആദ്യം മുന്നിട്ടിറങ്ങണം. ആദ്യത്തെ ഒരു 3-4 മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടാണ്. ഓക്കെ, പിന്നെ നല്ല പ്രൊഡക്ഷൻ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ നല്ല പ്രൊഡക്ഷൻ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. ഇടയ്ക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഡിലേ ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ കയ്യിൽ കറക്റ്റ് സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെടുക്കുന്ന കൂടുതൽ വർക്കെല്ലാം കാറ്ററിംഗ് സർവീസാണ്. അപ്പോൾ അവർക്ക് കല്യാണ സമയമായിരിക്കും, അല്ലെങ്കിൽ വേറെ വിശേഷം സദ്യയായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് കസ്റ്റമറിൽ എത്തിക്കുക, കസ്റ്റമർ സർവീസ്. അതാണ് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന് സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു സാർ. വലിയൊരു ഉയരങ്ങളിലോട്ട് ഈ ബിസിനസ് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ.